സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എഗ്ഗ് മസാല ഉണ്ടാക്കാം. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: 3 സവാള മുറിച്ചത്, ഒരു ചെറിയ ക്യാപ്സിക്കം മുറിച്ചത്, ഒരു ചെറിയ തക്കാളി മുറിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 മുട്ട, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന മസാലയാണ്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് പാചകം അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എണ്ണ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഈ 3 മുട്ട നല്ലതുപോലെ ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കറി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഓയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒലിവ് ഓയിൽ ആയതുകൊണ്ട് ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം.
ഇത് നല്ലതുപോലെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ക്യാപ്സിക്കം മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില വിതറി ഗാർണിഷ് ചെയ്യാം. കുറച്ച് സവാള മുറിച്ചത് കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.